അതായത് ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തുമ്പോൾ ഇനി ഈ ട്രെൻഡ് മാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇതിൽ ഏതാണ്ട് 65 സീറ്റുകൾ, ഏതാണ്ട് 70-ൽ 65 സീറ്റുകളിലെ ഫലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഈ 37 എന്നുള്ളത് BJP മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഏതാണ്ട് ഇനി 65-ൽ 5 മണ്ഡലങ്ങൾ കൂടി മാത്രം അറിയാനുള്ളത്. 37 എന്നുള്ളത് അവർക്കൊരു 40-ലേക്കോ 45-ലേക്കോ ഒക്കെ ചിലപ്പോൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞേക്കും. എന്നിരുന്നാലും ഈ 27-ൽ നിന്ന് ആം ആദ്മി പാർട്ടി എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളതാണ് ഇനി അറിയേണ്ട കൗതുകം. അതായത് ആദ്യത്തെ ഒരു ട്രെൻഡ് ഏകദേശമൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. BJP ഈ പറയുന്നത് പോലെ അത്രയും വലിയ, അതായത് 55 സീറ്റുകൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും BJPക്ക് ഭരണം നിലനിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ലീഡിലേക്ക് BJPക്ക് ഇപ്പോൾ ഡൽഹിയിൽ ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ അവരുടെ സീറ്റ് നില നോക്കുമ്പോൾ ഏതാണ്ട് ലീഡ് നില കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് BJPക്ക് അവിടെ അധികാരം പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് കേവല ഭൂരിപക്ഷം കടന്നാൽ അതുകൊണ്ട് അധികാരം ഉറപ്പിക്കാൻ കഴിയുന്നത് BJPക്ക് മാത്രമാണ്. ഉറപ്പായിട്ടും. ഇല്ലെങ്കിൽ വേറെ ഏത് പാർട്ടിയാണെങ്കിലും BJP അപ്പുറത്ത് കൊണ്ടുവരാം. അതുകൊണ്ട് BJPക്ക് 36 മതി. അല്ല, വളരെ സിമ്പിളായി BJPക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, അതിഷി സിംഗ്, സോംനാഥ് ഭാരതി, അങ്ങനെ ഉള്ള ആളുകളെല്ലാവരും അവർ താഴേക്ക് പോകുന്നു, അവർ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യയശാസ്ത്ര ബലവും ഇല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി വരികയും ആൾക്കൂട്ടവും അതോടൊപ്പം തന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊണ്ടും 2 ടേമിൽ മത്സരിച്ച് വിജയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പാർട്ടിക്ക് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത് കഴിയാത്തൊരു സാഹചര്യം. ഒപ്പം രണ്ടാം നിര നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാൾ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വൃത്തിയായിട്ടുള്ള കാര്യമാണ്. അത് പല നേതാക്കളെയും, അതായത് പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഓരോ ഘട്ടത്തിൽ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ആ തരത്തിൽ പ്രത്യയശാസ്ത്ര പിൻബലമോ രണ്ടാം നിര നേതാക്കളോ ഇല്ലാത്ത ഒരു പാർട്ടിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു പക്ഷേ ഡൽഹിയിൽ ഇതിന്റെ അവസാന ഉത്തരമായി കാണാം. മറ്റൊന്ന്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19% വോട്ട് നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. 2020 ഏതാണ്ട് 4.5% അല്ലെങ്കിൽ 6% താഴെ മാത്രം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വോട്ട് നില കൂടുകയാണെങ്കിൽ, അവർക്ക് വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടാൻ കഴിയുകയാണെങ്കിൽ അത് പിന്നീടുള്ള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന ഡൽഹിയിലെ അല്ലെങ്കിൽ ഗുജറാത്തിലെയോ മറ്റും രണ്ടുപേരിലേക്കും മടങ്ങിയെത്താം. ശരത്ലാൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, അതേ സമയം 9 മണിയിലേക്ക് എത്തുന്നു. കൃത്യം 1 മണിക്കൂർ ആവുകയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട്. ഏറ്റവും പുതിയ ട്രെൻഡ് എന്താണ്, അപ്ഡേറ്റ് എന്താണ്? 41 സീറ്റിലേക്ക് BJP മുന്നേറുന്നു എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലെ സൈൻ ബോർഡിൽ തന്നെ കാണിക്കുന്നത്. 41 സീറ്റുകൾ BJP മുന്നേറുന്നു. അതാണ് ഒരു പ്രധാന അപ്ഡേറ്റ്. ആം ആദ്മി തൊട്ട് മുമ്പിലുള്ള സൈൻ ബോർഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. BJP 36, ആപ്പ് 28 എന്നായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആം ആദ്മി പാർട്ടി ബോർഡുകൾ ഇങ്ങനെ രസകരന്മാരാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി 32 കാണിക്കുന്നത്. നമ്മളെ BJP 25 ഇങ്ങനെ മാറിയാണ് ആം ആദ്മി പാർട്ടിയുടെ ഈ LED വാളിൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ BJP 25 ആപ്പ് 32 ആം ആദ്മി പാർട്ടി ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു എല്ലാ ചാനലുകളിലും മറ്റുള്ളവരും നേരെ തിരിച്ചാകുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സേലക്ഷ്മി നമുക്ക് കാണാം. 70-ൽ 58-ൽ 25 സീറ്റ് BJP, 32 സീറ്റ് ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് 1. ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാൻ കഴിയുന്ന അവസ്ഥയോളം ആം ആദ്മി പാർട്ടി ഇപ്പോഴും വിജയം, അതായത് തങ്ങൾ തന്നെ അധികാരത്തിലെത്തുമെന്ന് കാണിക്കുന്നുള്ള ഒരു വ്യഗ്രതയാണോ എന്നറിയില്ല. ഏതായാലും ഇത്തരത്തിലുള്ള അപ്ഡേഷൻ ആണ് ഈ ഇതിൽ വന്നിരിക്കുന്നത്. ഏതായാലും അതിനുശേഷമുള്ള 58-70 ഉള്ള 70 സീറ്റിൽ 58 ഫലപ്രഖ്യാപനം വരുമ്പോൾ 25 സീറ്റിൽ BJP, 32 സീറ്റിൽ ആം ആദ്മിയും മുന്നേറുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ LED വാളിൽ കാണുന്നത്. ഇത് നമ്മളെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണിക്കാൻ കഴിയും. എന്നാൽ ഇത് നേരെ മറ്റു ചാനലുകളും അല്ലെ മറ്റു ഇലക്ഷൻ കമ്മീഷൻ മറ്റു വാർ റൂമിലും കിട്ടുന്ന ഒരു 40 സീറ്റോളം BJP മുന്നേറുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. സേതുലക്ഷ്മി. ശരി ശരത്ത്, ഡൽഹി ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് മാറി മറിയുകയാണ് ട്രെൻഡുകൾ. ഈ ഫലം ഏതിലേക്കാണ് പോകുന്നത്, ആർക്കാണ് വ്യക്തമായ സൂചന, ആരിലേക്ക് ഭരണം എത്തിച്ചേരും? എത്രയോ വിവാദങ്ങൾ ചർച്ചയായ തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിനൊടുവിൽ ആകാംക്ഷ
നിരവധിയുണ്ട്. നമുക്ക് ഈ ശ്രീജിത്ത് ബാലകൃഷ്ണനും ഒപ്പം ലിജോയും തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ലിജോ, 28-37 ലീഡുകൾ മാറി മറിയുന്നുണ്ട്. വോട്ടെണ്ണൽ ആരംഭിച്ച് കൃത്യം 1 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഇനി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു BJPയുടെ വോട്ട് നില. ഇനി ഒരു വലിയൊരു അത്ഭുതം നടത്തി ആം ആദ്മി പാർട്ടി ഈ ലീഡിനെ മറികടക്കാനുള്ള ഒരു സാധ്യത അങ്ങനെയുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ അത്രത്തോളം വളരെ ശക്തമായ ഒരു ഫൈറ്റിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കുറവുണ്ട്. 40 സീറ്റുകളിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40 സീറ്റുകളിലേക്ക് BJP അവരുടെ ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 25 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതായത് ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആദ്യഘട്ട ഫലസൂചന എന്ന നിലയ്ക്ക് 9 മണിയാകുമ്പോഴേക്കും വളരെ കൃത്യമായി ഡൽഹി ഭരിക്കാനുള്ള ഒരു മാൻഡേറ്റ് എന്ന സൂചനയിലേക്ക് BJP എത്തിയിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. 25 സീറ്റുകളിലാണ് ഇപ്പോൾ കൂട്ടിയില്ലെങ്കിലും പിടിക്കുന്ന സീറ്റെണ്ണം കൂട്ടിയില്ലെങ്കിലും ഈ അരവിന്ദ് കെജ്രിവാൾ, അതിഷി മെർലിൻ, മനീഷ് സിസോദിയ ഇവരൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പിനെ പോലും തന്നെ ചോദ്യം ചെയ്യില്ലേ? തീർച്ചയായും അതിലൊരു സംശയവുമില്ല. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി എന്നാൽ അരവിന്ദ് കെജ്രിവാൾ എന്നതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ മറ്റൊരു മുഖം ഉയർത്തി കാണിക്കാൻ പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നല്ല ആ പാർട്ടി ഉണ്ടായി വരുന്നത്. അഴിമതി വിരുദ്ധത എന്നുള്ള ഒരൊറ്റ ലീഡിൽ നിന്നുകൊണ്ടായിരുന്നു അവർ 2013 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ അവർക്ക് 27 സീറ്റുകളുണ്ടായി. അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും ഏതാണ്ട് 2014 ഫെബ്രുവരിയിൽ രാജിവെക്കുകയും പിന്നീട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും 2015 അവർ അധികാരത്തിൽ വരികയും ചെയ്തു. 2015-ലും 2020-ലും അധികാരത്തിൽ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വിശ്വാസമായിരുന്നു. അതിൽ തന്നെ സൗജന്യങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ വെള്ളത്തിൻ്റെയും അതോടൊപ്പം തന്നെ കരണ്ടിൻ്റെയും വലിയ തരത്തിലുള്ള ഒരു സഹായം ആളുകൾക്ക് ലഭിച്ചിരുന്നു. മൊഹല്ലാ ക്ലിനിക്കുകൾ എന്ന നിലയ്ക്ക്, വിദ്യാഭ്യാസം എന്ന നിലയ്ക്കൊക്കെ അവർ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ അവിടെ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി ആയിരുന്നു അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു എന്താണ് അവരുടെ നില അല്ലെങ്കിൽ നിലപാട് എന്ന കാര്യത്തിൽ BJP ഏതെങ്കിലും തരത്തിലൊരു ഹിന്ദുത്വ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചാൽ അതിനെ മറികടക്കുന്ന തരത്തിലൊരു രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുക, മറ്റേതെങ്കിലും തരത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന തരത്തിലൊരു രാഷ്ട്രീയത്തിലേക്ക് പോയാൽ അവിടേക്ക് പോവുക, ആ തരത്തിലായിരുന്നു എല്ലാ കാലത്തും അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവ് പിന്നിൽ പോകുന്നു എന്നതിനർത്ഥം ആം ആദ്മി പാർട്ടി തന്നെ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളത് അതിലെനിക്ക് സംശയം. 40 കടന്ന് 41-ലേക്ക് എത്തിയിരിക്കുന്നു. 41 ഏതാണ്ട് അധികാരം ഉറപ്പിക്കുകയാണ് BJP എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 25-ൽ നിന്ന് മുന്നേറാൻ ആം ആദ്മി പാർട്ടി 27 വരെ വന്നു, വീണ്ടും 25-ലേക്ക് താഴേക്ക് പോവുകയാണ്. അത് മാത്രമല്ല, ഞാൻ ആദ്യഘട്ടത്തിൽ നമ്മൾ ഉള്ളിലൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞ പോലെ ഈ കെജ്രിവാൾ മുന്നിൽ വരുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ കെജ്രിവാൾ മുന്നിൽ വന്നില്ല, അതിഷി മുന്നിൽ വന്നില്ല, സോമനാഥ് ഭാരതി മുന്നിൽ വന്നില്ല, പ്രധാനപ്പെട്ട 4 പേര് മുന്നിൽ വന്നില്ല. അതിൽ BJPയുടെ ലിജോ തന്നെ പറഞ്ഞ പോലെ BJPയുടെ മൈക്രോ മാനേജ്മെന്റ് പ്ലാൻ അതിമനോഹരമായിട്ട് അവർ വർക്ക്ഔട്ട് ചെയ്തു. ഇവരെ 4 പേരെ ഇപ്പൊ സേതു ചോദിച്ച ചോദ്യത്തിന് എനിക്കൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ 25 എംഎൽഎമാരായി കഴിഞ്ഞാൽ അവരിൽ ആരൊക്കെ BJPയിലേക്ക് പോകുമെന്ന് കൂടിയുണ്ട്. കാരണം അതായത് അവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര അടിത്തറയും കൊടുക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയില്ല. അത് അവിടേക്ക് ഇവിടേക്ക് അവിടെ സഭയിൽ പോയി എന്ത് പറയണമെന്ന് പോലും ഒരുപക്ഷെ അറിയാനും കഴിയാത്ത ആളുകളായിരിക്കും ഈ പറയാൻ. നമുക്കറിയില്ല ആരൊക്കെയാണെന്ന്. എന്നാൽ പോലും ആ 25 പേരിൽ ആരൊക്കെ ഇനി BJPയിലേക്ക് പോകും? കാരണം BJPയിൽ പോകാതെ അവർക്ക് അത് പറയുമ്പോൾ കൈലാഷ് ഗെഹ്ലോട്ട് മുന്നേറുന്നുണ്ട് കേട്ടോ. അതെ, ഒരാളുണ്ട് കൈലാഷ് ഗെഹ്ലോട്ട് മുന്നേറുന്നു എന്നുള്ളതൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെയാണ് കോൺഗ്രസിന്റെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും മറ്റൊരു തരത്തിൽ ചെക്ക് വെച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും ഇത്തവണ കുറെ കൂടി നല്ല ഫൈറ്റ് കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ തരത്തിൽ അൽക്കാൽ എംബെ ആയാലും അതോടൊപ്പം തന്നെ സന്ദീപ് ദീക്ഷിത് ഒക്കെ വളരെ ഗംഭീരമായി അവിടെ മത്സരിക്കുന്നുണ്ട്. അവർ പിടിക്കുന്ന വോട്ടാണ് യഥാർത്ഥത്തിൽ അവിടെയൊക്കെ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തെ തടയുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഓഖ്ലയിൽ സമാനമായി തന്നെ അവർക്ക് വോട്ട് പിടിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും പല പോക്കറ്റുകളിലും കോൺഗ്രസിന് വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനമായി വോട്ടിംഗ് പെർസെന്റേജ് വരുമ്പോൾ കോൺഗ്രസ് എത്ര ശതമാനം വോട്ട് പിടിച്ചു? 10% മുകളിൽ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു ഗ്രിപ്പാണ്. അവരെ സംബന്ധിച്ച് ഡൽഹിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കാൻ. ആം ആദ്മി പാർട്ടി താഴോട്ട് പോകുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനും ഗുണം ചെയ്യും. അതെ, കോൺഗ്രസ് സ്വാഭാവികമായ ഒരു ന്യൂനപക്ഷം അല്ലെങ്കിൽ ഒരു മധ്യവർഗം, ഒരു ഇടത്തരക്കാരൊക്കെ ഈ ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നവരുണ്ട്. അഴിമതി വിരുദ്ധത അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങളുണ്ട്. ആ വോട്ടുകളൊക്കെ സ്വാഭാവികമായും ഒരു നല്ല ലീഡർഷിപ്പ് ഇല്ലാതെ ആം ആദ്മി പാർട്ടി പുറകോട്ട് പോവുകയും അധികാരത്തിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്താൽ പഴയ കാലത്തെ പോലെ ഷീലാ ദീക്ഷിതിന്റെ കാലത്തെ പോലെ കുറച്ച് ഈ വോട്ടുകൾ സ്വാഭാവികമായും തീർച്ചയായും 42 എന്നുള്ളത് അധികാരം ഉറപ്പിക്കുകയാണ്. 40 എന്നുള്ളത് അവരെ സംബന്ധിച്ച് BJP സംബന്ധിച്ച് നല്ല സംഖ്യ തന്നെയാണ്.
തീർച്ചയായും കേവല ഭൂരിപക്ഷം കടന്നു. കേവല ഭൂരിപക്ഷം 36-ൽ കടന്നു. അതിനുശേഷം 6 സീറ്റുകൾ കൂടി കൂടുതൽ പിടിക്കാൻ ഇനി പിടിക്കുന്ന ലോട്ടറി ബോണസാണ്. ഇനി പിടിക്കുന്ന എല്ലാം ബോണസാണ്. 45 സീറ്റുകളെങ്കിലും വരും ബി ജെ പിക്ക് എന്നുള്ളതാണ് നേരത്തെ മുതലുള്ള ഒരു കണക്കൂട്ടൽ. ബി ജെ പി 45 സീറ്റിന് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വളരെ കൃത്യമായി ഈസിയായി മാനേജ് ചെയ്യാവുന്ന തരത്തിലേക്ക് 42 സീറ്റുകളിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു. ബി ജെ പി ഡൽഹിയിൽ ഏതാണ്ട് 27 വർഷത്തിന് ശേഷം അധികാരം പിടിക്കാൻ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിക്ക് ഇനി എന്താണ് പ്രസക്തി, എങ്ങോട്ടാണ് മുമ്പോട്ട് പോവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യചിഹ്നം ഉണ്ടാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പിന്നിൽ പോകുന്നു. അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയയും അതിഷി സിംഗും സോംനാഥ് ഭാരതി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പിന്നിൽ പോകുന്നു. ഒരുപക്ഷെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് വെക്കുന്ന കാര്യം. 2014 മുതൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്ര മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി അവർ കരുതിയിരുന്ന ഒരു സ്ഥലം, അവർക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാതിരുന്ന ഒരു സ്ഥലം അവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഏത് തരത്തിൽ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് സംബന്ധിച്ച് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നു. കഴിഞ്ഞ 2 വർഷമായി വളരെ കൃത്യമായി സർക്കാർ തലത്തിലും രാഷ്ട്രീയമായും ബി ജെ പിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും നടത്തിയ ഇടപെടലുകൾ കൊണ്ട് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ ഏതാണ്ട് കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു.